നമുക്ക് കുറുവ മോഷണ സംഘവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അതായത് കുറുവ മോഷണ സംഘത്തിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി സന്തോഷ് പിടിയിലായത് കുണ്ടന്നൂരിൽ നിന്നാണ്. ആലപ്പുഴയിൽ നിന്ന് ചോദ്യം ചെയ്യൽ നടക്കുമെന്നും മനസ്സിലാകുന്നു. ആദ്യം അവിടുത്തെ ചില പ്രദേശവാസികളുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അവർ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതും അനുഭവിച്ചവരുമാണ്. അപ്പോൾ അവർക്ക് കൂടുതലായി ഈ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ സാധിക്കും. ആ ബൈറ്റിലേക്ക് പോകാം. അപ്പം പുറത്ത് ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട്, സംസാരം. പിന്നെ സാധാരണ എല്ലാ ആൾക്കാരും അതിലെ കൂടെ പോകുന്നതാണെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുക്കളയുടെ ഗ്രില്ല് വലിയ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച അപ്പുറത്ത് പട്ടി വല്ലതും മറിച്ചിട്ടിട്ട് ആയിരിക്കുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ജനലിൽ തട്ടുന്നതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു പൂച്ച ചാടി പെരയ്ക്കകത്ത് കയറാനായിട്ട് കയറാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് ശബ്ദം കേട്ട് കഴിഞ്ഞ് പിന്നെ വലിയൊരു ശബ്ദം കേട്ട് കുറച്ച് ഈ ബംഗാളികൾ ഇങ്ങനെ ആക്രിയുടെ ഇതിലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ CC ക്യാമറ നോക്കിയപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ പെട്രോളിംഗ് പോലീസ് ജീപ്പ് ഇതിൽ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പോലീസ് ജീപ്പ് കണ്ടിട്ടാണോ എന്നറിയത്തില്ല, ആ CC ക്യാമറയിൽ ഇവന്മാർ ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അന്നേരം തന്നെ ആരെങ്കിലും ഈ പോലീസ് ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഈ ഏരിയയിൽ തന്നെ പോലീസുകാരുണ്ടായിരുന്നു. ഈ ഡോർ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും അടച്ചിട്ടിരിക്കുമായിരുന്നു, കുറ്റിയിട്ടിരിക്കുമായിരുന്നു. നമ്മൾ പൂട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ബെഡ്റൂമിന് പൂട്ടിയിട്ടില്ലായിരുന്നേ ഉള്ളൂ, അടച്ചിരിക്കുമായിരുന്നു. നമ്മൾ ഫാനും ഇട്ടിരുന്നതുകൊണ്ട് മഴയും പെയ്തിരുന്നതുകൊണ്ട് ഒച്ച കേട്ടുമില്ല. നമ്മൾ ആ സമയം നല്ലപോലെ ഉറങ്ങിപ്പോയി. കുറുവ സംഘത്തിനെ കണ്ടവരും അവർ മോഷണ ശ്രമം നടത്തിയ ഇടങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിലെ ആളുകളുടെയും ഒക്കെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും ഒരു ചെറിയ ആശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിന്റെ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. വലിയ പ്രശ്നമായി ശല്യമായി മാറിയിരിക്കുന്നു ഈ കുറുവ സംഘം എന്ന് പറയാതെ വയ്യ. നാട്ടുകാരെയും ജനങ്ങളെയും ഒക്കെ ആഴത്തിൽ അത് ഭീതിയിലാക്കിയിട്ടുമുണ്ട്. അവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എപ്പോഴും ഇങ്ങനെ ഭയം എങ്ങനെ ജീവിക്കും? ഇപ്പോൾ ഒരു പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എന്താണ് പോലീസ് പറയുന്നത്? ഇത്ര വ്യക്തമായി ഇവരുടെ വിഷ്വൽസ് CCTVയിലൊക്കെ പതിഞ്ഞിട്ടുമുണ്ടല്ലോ. എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രിയ, ഏതാണ്ട് 2 ആഴ്ച മുൻപാണ് മണ്ണഞ്ചേരി പഞ്ചായത്തിൽ രാത്രിയിൽ ഒരു മോഷണം നടന്നതായിട്ട് പരാതി വരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പോലീസ് വളരെ ജാഗ്രതയോടുകൂടി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. അന്ന് തന്നെ പോലീസ് ഒരു നിഗമനത്തിലെത്തിയിരുന്നു. ഇത് തമിഴ്നാട്ടിലെ രാംജി നഗറിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള കുറുവ സംഘമാണ് എന്നുള്ളൊരു തീരുമാനം പോലീസ് അന്ന് തന്നെ എടുത്തിരുന്നു. അതിനുശേഷം 2-3 കേസുകൾ കൂടി മണ്ണഞ്ചേരി പഞ്ചായത്തിലുണ്ടായി. അതോടുകൂടി അവിടുത്തെ നാട്ടുകാരും യുവജന സംഘടനകളും DYFI അടക്കമുള്ള സംഘടനകളും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കി. അതോടുകൂടി സംഘം അവിടെ നിന്നും തൊട്ട് സമീപത്ത് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോയി. ആ സ്ഥലത്തും ഇത്തരത്തിൽ 1-2 കവർച്ചാശ്രമങ്ങളും കവർച്ചകളും നടന്നു. അതിനിടയിൽ ഒരു യുവാവ് ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്നെത്തിയ കുറുവ സംഘത്തിൽപ്പെട്ട ഒരാളെ രാത്രി പിടികൂടാൻ ശ്രമിക്കുകയും അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ഇതിനിടയിൽ അയാളെ മൂക്കിന് ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ പോലീസ് മാധ്യമങ്ങൾക്കെല്ലാം വാർത്ത പങ്കുവച്ചിരുന്നു. ഇങ്ങനെ പരിക്ക് പറ്റിയ ഒരാൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കണം. പക്ഷേ അതൊന്നും തന്നെ അത്രത്തോളം പ്രായോഗികമായില്ല. പക്ഷേ അതിനുശേഷം പോലീസ് ഇവരുടെ രേഖാചിത്രങ്ങളടക്കം പരസ്യപ്പെടുത്തിക്കൊണ്ട് ഇവരിലേക്ക് എത്താൻ ശ്രമം നടന്നു. ഇതോടൊപ്പം തന്നെ പോലീസ് വിവിധ സംഘങ്ങളെ രൂപീകരിച്ചിരുന്നു. അതിലൊരു സംഘം ചെന്നൈയിലെത്തുകയും അവിടെ നിന്നും ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ആ സംഘത്തിൽ നിന്നും ആരെങ്കിലും ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. ഈ പരിശോധനയ്ക്കിടയിലാണ് കുണ്ടന്നൂരിന് സമീപം തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു സംഘം താമസിക്കുന്നുണ്ട്. അവിടെ സന്തോഷ് സെൽവം എന്ന് പറയുന്ന നേരത്തെ കുറുവ സംഘത്തിലുണ്ടായിരുന്നതാണ്. അയാൾ ഇപ്പോഴും ഈ തൊഴിലുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മണ്ണഞ്ചേരിയിൽ നിന്നുള്ള CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും DYSP അടക്കമുള്ള സംഘവും കുണ്ടന്നൂരിലെത്തുകയും അതുകൊണ്ട് ഒരു 6-6:30 മണിയോടുകൂടി ഇതിലൊരാളെ സന്തോഷ് സെൽവത്തെയും അതോടൊപ്പം തന്നെ അയാളൊപ്പം ഉണ്ടായ ഒരാളെ മണികണ്ഠനെയും പോലീസ് പിടികൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടുത്തെ സ്ത്രീകൾ, ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീകൾ ഏതാണ്ട് 10-30ഓളം വരുന്ന സ്ത്രീകളുണ്ട്. അവരെ എല്ലാവരും തന്നെ പോലീസിന് നേരെ ഒരു അക്രമശ്രമം നടത്തുകയും ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിലങ്ങ് വെച്ച കയ്യിൽ വിലങ്ങുമായിട്ട് ഈ സന്തോഷ് സെൽവം അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. പക്ഷേ പോലീസ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ പരിശോധന നടത്തി ഏതാണ്ട് 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും സന്തോഷ് സെൽവത്തെ
പിടികൂടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും പോലീസിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാര്യം ഇത്രത്തോളം രാത്രി ഇവർ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് ഈ മോഷണം നടത്തുന്നത്. ഇവരെക്കുറിച്ച് യാതൊരുവിധ ഇവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. ഇവരുടെ ശരീരത്തിൽ മൊത്തത്തിൽ എണ്ണ തേച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ എത്തുമ്പോൾ നമുക്കറിയാം ഇവരെ കൃത്യമായിട്ട് പോലീസിന് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സാധിച്ചത്. എന്തായാലും അവരെ ഇന്നലെ രാത്രി തന്നെ ആലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ കുറിച്ചും അറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ പോലീസ് ഇന്നലെ രാത്രി പൂർണ്ണമായിട്ടും ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി എന്തായാലും ഇന്നലെ ഈ പ്രതികളെ കസ്റ്റഡിയെടുത്ത സാഹചര്യത്തിൽ ഇവർ ഈ കുർബാ സംഘത്തിൽപ്പെട്ടവരാണ് എങ്കിൽ ഇന്ന് ചോദ്യം ചെയ്തതിന് ശേഷം ഇന്ന് രാത്രിയോടുകൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇനിയിപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. അതോടൊപ്പം ഇവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരിലേക്ക് കൂടി പോലീസ് എത്തിച്ചേരും. പ്രിയ രാജകാരൻ, ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇവരുടെ മോഷണ ശ്രമങ്ങളും മറ്റു വാർത്തകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലേക്ക് കടന്ന തരത്തിലുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവരിങ്ങനെ ഒരു സംഘമായി പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നു. അതിൽ വലിയ രീതിയിൽ ജനങ്ങൾ ആശങ്കയിലുമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ നാട്ടിലെ ആളുകളുടെ ഒരു കൂട്ടായ്മ, അവർ ഐക്യത്തോടെ നിന്നുകൊണ്ട് ഇയാളെ പിടിക്കാൻ അല്ലെങ്കിൽ ഈ സംഘത്തെ പിടിക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അവർ കൂട്ടമായി പല രീതിയിൽ അതിനുള്ള വഴി സ്വീകരിച്ചു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഒരു പങ്കാളിത്തം വലിയ രീതിയിൽ ഇതിൽ ഘടകമാകുന്നുണ്ടല്ലേ? അതിനൊപ്പം തന്നെ ഈ സംഘം മറ്റു ജില്ലകളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതൊക്കെ ഉടൻ തന്നെ അറിയാൻ സാധിക്കുമോ? പോലീസ് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ പെട്രോളിംഗ് ഉണ്ട്, ശക്തമായ പെട്രോളിംഗ് ഉണ്ട്. അതുകൂടാതെ ഈ DYFI പോലുള്ള സംഘടനകളൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ ചെറുപ്പക്കാർ ബൈക്കുകളിലായിട്ട് ഓരോ വാർഡുകളിലും അവരവരുടെ സാന്നിധ്യം രാത്രി പൂർണ്ണമായിട്ടും ഉറക്കവളച്ചുകൊണ്ട് അവരുടെ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് നമുക്ക് ഏതാണ്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ചെറുപ്പക്കാർ ബൈക്കുകളിലും മറ്റും ഇവർക്ക് നേരെ ഏതെങ്കിലും അക്രമം ഉണ്ടായാൽ ഇവർ അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ആയുധങ്ങളുമൊക്കെ ആയിട്ടാണ് ഇവർ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ പെട്രോളിംഗ് ഒക്കെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നിരവധി യൂണിറ്റുകൾ ഇത്തരത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് അറിയാൻ സാധിച്ചത് ഈ കുർബാ സംഘം എത്തുന്നത് ഈ തീരെ റിമോട്ട് ഏരിയയിലാണ്. പക്ഷേ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ പുറത്തുനിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് ഇവർ ഈ മോഷണം നടത്തുന്നത്. അപ്പം ഇതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് പപ്പടം അങ്ങനെ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നതിനായിട്ട് ചില ആളുകളൊക്കെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഈ വീടുകളിൽ 2 ദിവസത്തിന് മുൻപ് എത്തിയിരുന്നതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷനൊക്കെ തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് ആരുടെ കയ്യിലാണ് പണമുള്ളത്, അല്ല ആരുടെ കഴുത്തിലാണ് സ്വർണ്ണമുള്ളത്, ഇതൊക്കെ നോക്കി വെച്ചതിന് ശേഷമായിരിക്കും കൃത്യമായിട്ട് ആ വീട്ടിൽ തന്നെ രാത്രി വീടിൻ്റെ പുറകുവശത്ത് വാതിൽ പൊളിച്ചകത്ത് കടന്ന് ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് കടന്നു പോകുന്നത്. പക്ഷേ ഇവരെ രാത്രി ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ വളരെ ക്രിമിനലുകളാണ്. ഇവർക്ക് എന്തും ചെയ്യാൻ ഉള്ള ഒരു മനസ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ആരും ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ ഇവരെ കണ്ടുവെങ്കിലും വളരെ ഭയത്തോടുകൂടി പലരും മിണ്ടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. നമുക്കറിയാം രാത്രി ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തൊട്ടരികിൽ ഒരു ഭീകര രൂപി നിൽക്കുന്ന ഒരു കാഴ്ച രാത്രി ഇരുട്ടത്ത് അത് വളരെ ജനങ്ങൾക്ക് ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. പോലീസ് ഫലപ്രദമായിട്ട് ഇടപെട്ടു. വളരെ കൃത്യമായിട്ട് അവർ ചില ആളുകളെയൊക്കെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഈ സംഘത്തിൽ പെട്ടവരാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും വ്യക്തമാകും. ശരി, എന്തായാലും കുറുവ മോഷണ സംഘത്തിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടി എന്നുള്ള ആശ്വാസകരമായ വാർത്ത വരുന്നു. കൂടുതൽ കാര്യങ്ങൾ വൈകിട്ടോടുകൂടി വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് അത്തരത്തിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. അതിനുള്ള ശ്രമങ്ങൾ ശക്തമായി തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. വിഷ്വൽസ് ഒക്കെ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒരാളെ പിടികൂടാൻ സാധിച്ചു എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.